എന്റെ പേര് നജീബ്, തിരുമറ്റക്കുളമാണ് സ്ഥലം. സ്ഥാപനത്തിന്റെ പേര് ഗ്രാൻഡ് അലുമിനിയം ഫാബ്രിക്കേഷൻ. ഞാൻ വന്നിട്ട് 22 വർഷത്തോളായി. നമ്മളിപ്പോ ഒരു വീടിന്റെ ഇന്ത്യയിലെ എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്ന വിൻഡോസുകൾ ചെയ്യും. പിന്നെ നമ്മള് ഭാഗത്തേക്ക് കിടക്കുമ്പോ TV യൂണിറ്റ്, ഷോക്കേസ്, പിന്നെ ബെഡ്റൂമിൽ കിടക്കും കബോർഡുകൾ വർക്കുകൾ ചെയ്യും. പിന്നെ വീടിന് മെയിൻ ആയിട്ടുള്ളത് കിച്ചണാണ്. കിച്ചൺ വർക്കുകൾ ചെയ്യാൻ എല്ലാ ചെയ്യും. അങ്ങനെ ഒരു വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ വർക്കുകളും നമ്മൾ ബാത്റൂം ഡോറുകൾ ചെയ്യും. എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നത് വീടിന് ആവശ്യമായിട്ടുള്ള. നമ്മളിതിന് എല്ലാ പ്രൊഫൈലുകളൊക്കെ അലുമിനിയത്തിലാണ് ചെയ്യുന്നത്. പിന്നെ ഷീറ്റ് ഉപയോഗിക്കുന്നത് PVC ഷീറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് വെള്ളം തട്ടി അങ്ങനെ കംപ്ലൈന്റ് വരാത്ത ഷീറ്റുകളാണ് PVC ഷീറ്റുകൾ. അതാണ് നമ്മൾ ഉപയോഗിക്കുക കാര്യമായിട്ട്. അത് നമ്മൾ ഓരോ മോഡലുകൾ ഡിസൈൻ അവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പൊ അവർ സെലക്ട് ചെയ്ത് നമുക്ക് ഇന്നത് എന്ന് പറയും. അത് നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ കിട്ടുന്ന മെറ്റീരിയൽ വെച്ച് നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. അത് പുതിയ മെറ്റീരിയലൊക്കെ വരുമ്പോൾ അതിന് വർക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അത് ചെയ്യാറുണ്ട്. അത് സ്ക്വയർ ഫീറ്റിനാണ് നമ്മൾ എടുക്കുക. അതിന് പിന്നെ മൊത്തം മോഡൽ വർക്കുകൾ അതിനുള്ള എല്ലാ ശ്രമവും എടുക്കുക. അത് സ്ക്വയർ ഫീറ്റാണ് നമ്മൾ എടുക്കുക സാധാരണ. പിന്നെ ചിലര് അങ്ങനെ ചെയ്യിപ്പിക്കും, ചിലർ മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്യിപ്പിക്കുന്നവരുണ്ട്, അങ്ങനെയുണ്ട്. നമ്മള് ഒരു വീടിന്റെ വർക്കൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 10, 15, 20 ദിവസം 25 ദിവസത്തിനുള്ളിൽ നമ്മള് ഒക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഡൈനൈറ്റ് ഒക്കെ വർക്ക് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നതിൽ സ്പീഡിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. അത് അധികം ആൾക്കാരും ചില ആൾക്കാരൊക്കെ ഫസ്റ്റ് കോട്ട് പെയിന്റ് അടിച്ചതിന് ശേഷം നമ്മളോട് പറയും വർക്ക് ചെയ്ത് തുടങ്ങിക്കോളാൻ. അപ്പൊ നമ്മളത് ചെയ്ത് കൊടുക്കും. പെയിന്റ് കംപ്ലീറ്റ് അടിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും ചെറിയതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാമതായി പെയിന്റ് അടിക്കാനും ബുദ്ധിമുട്ടാവും. അപ്പൊ പരമാവധി വൈറ്റ് സിമെന്റൊക്കെ അടിച്ചതിന് ശേഷമാണ് നമ്മൾ വർക്ക് ചെയ്യാറ്. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പെയിന്റ് അടിക്കുമ്പോൾ അതിൽ പോകും. പിന്നെ നമ്മൾ ഇതിന്റെ മുഴുവൻ പെയിന്റ് ആവാത്ത രീതിയിലാണ് പിന്നെ അവരൊക്കെ ചെയ്യുക, പെയിന്റ് പണിക്കാരൊക്കെ ചെയ്യുക വർക്ക് ചെയ്യുമ്പോൾ. അധികം ഡയറക്റ്റ് ക്ലൈന്റാണ് നമുക്ക് വരുന്നത്. നമ്മൾ നാട്ടിൻപുറ ഏരിയ ആയതുകൊണ്ട് അങ്ങനെയാണ് വരുന്നത്. പിന്നെ അപ്പുറമൊക്കെ കുറച്ചൊക്കെ എഞ്ചിനീയർമാർ നമുക്ക് വർക്കുകൾ തരാറുണ്ട്. നമ്മൾ ഈ ആറങ്കോട്ടുകര, പട്ടാമ്പി, അങ്ങനെ കൂട്ടുപാത, അങ്ങനെ ഭാഗത്താണ് നമുക്ക് അധികം വർക്കുകൾ വരുന്നതൊക്കെ. ഗ്ലാസിന്റെ എല്ലാ ഫിക്സഡ് ഗ്ലാസ്, ഡോറ് അതൊക്കെ ചെയ്യുന്നുണ്ട്. കടകളുടെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. തട്ടുകൾ അടിച്ചു കൊടുക്കുക, ഷെൽഫുകളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അതിന്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് ഡോറൊക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ACPയുടെ വർക്ക് ഒക്കെ അങ്ങനത്തെ ചെയ്യാറുണ്ട്. ACPയുടെ ഫ്രണ്ടിൽ കടകളിലൊക്കെ നെയിം ബോർഡുകളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അവിടെ അങ്ങനെ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇനി എന്താ ഈ ഫീൽഡിൽ പരമാവധി പിടിച്ചു നിൽക്കുക. ഫാമിലിയിൽ ഭാര്യയും 3 മക്കളും ഉണ്ട്. ഒരുപാട് വ്യത്യാസമുണ്ട്. അന്നത്തെ മെറ്റീരിയലൊന്നും ചില മെറ്റീരിയലൊന്നും ഇല്ല. അതായത് നമ്മള് പണ്ടൊക്കെ ഞാൻ പണി പഠിക്കാൻ പോയി 22 വർഷം മുന്നേ പണി പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ ഹാൻഡ് റെയിലൊക്കെ അലുമിനിയം ചെയ്തിരുന്നു. എന്നൊരു ബുക്ക് ടൈപ്പ് അലുമിനിയം പിന്നെ ഇപ്പൊ അതില്ല. ഇപ്പൊ ആ വർക്കൊക്കെ കുറവാണ്. ഇപ്പൊ അവന് കിച്ചന്റെ അന്നത്തെ കുറെ സാധനങ്ങളൊക്കെ ഇന്നുണ്ട്. ഷീറ്റുകളൊക്കെ മാറി. അന്ന് ഹൈലൈൻ ഷീറ്റുകളാണ് നമ്മൾ അധികം ഉപയോഗിച്ചിരുന്നത്. വർക്ക് നമ്മൾ ചെയ്ത വർക്കുകൾ നമ്മൾ ഒരു വാറണ്ടി കൊടുക്കാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും കമ്പനി നമ്മൾ ചിലപ്പോ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനോ ഒക്കെ നമുക്ക് സാധിക്കും. ഏത് കളർ മെറ്റീരിയൽ നമുക്ക് കിട്ടും. മറ്റേ നമ്മൾ പറഞ്ഞ ഏത് കളറിലും വുഡിന്റെ പ്രിന്റിംഗ് ആയിട്ടുള്ളത്, വാൽനട്ട് അങ്ങനത്തെ മെറ്റീരിയലൊക്കെ ഉണ്ട്. പിന്നെ പൗഡർ കോട്ടിങ്ങിന് എല്ലാ കളറും ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കിട്ടും സാധനം. ഈ ചൂട് കുറയാൻ വേണ്ടിയിട്ടാണ് അധികം ആൾക്കാർ ചെയ്യണത്. ഇത് TKT ഷീറ്റാണ് നമ്മൾ അധികം ഉപയോഗിക്കുക. പിന്നെ കുറഞ്ഞ വേറെ ഷീറ്റും ഉണ്ട്, സാധാരണ സീലിംഗ് ഷീറ്റും ഉണ്ട്. അത് തന്നെ അപൂർവ്വം നമ്മൾ ചെയ്യാറുള്ളൂ. ഞാൻ അധികം ഈ ഷീറ്റാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അത് നമുക്ക് കുറച്ച് കനമുണ്ട്, തിക്നെസ് ഒക്കെ ഉള്ള സാധനമാണിത്. പിന്നെ വാൾ പാനലിംഗ് ആണ്. പിന്നെ അതിൽ ഷീറ്റുകൾ പറ്റും. അതിൽ കുറെ മോഡലുകളും ഡിസൈനുകളുടെ കുറെ മോഡലുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ ചെയ്യാറുണ്ട്. അത് അധികം TV യൂണിറ്റ് ഒക്കെ ചെയ്യുമ്പോഴാണ് അധികം അത് നമ്മൾ ചെയ്യാറ്. സൈറ്റ് നമ്മൾ ഷോക്കേസ് ഒക്കെ ചെയ്യുമ്പോഴും TV യൂണിറ്റ് ചെയ്യുമ്പോൾ ഒക്കെയാണ് അതൊക്കെ നമ്മൾ ചെയ്യുക. ഈ സ്പോട്ട് ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടും പിന്നെ അങ്ങനത്തെ ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഒക്കെ നമ്മളതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഷോക്കേസിൽ കണക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അത് നമ്മൾ ഫോട്ടോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. കാണിച്ചു കൊടുക്കുമ്പോൾ വീഡിയോകളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പൊ അവർ പിന്നെ മോഡൽ കാണുന്ന പറയും. അപ്പൊ അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കും. അത് ചിലത് വർക്കൊക്കെ നമ്മൾ 1 മാസമൊക്കെ ചിലപ്പോൾ പിടിക്കും. ചിലതൊക്കെ പെട്ടെന്ന് കഴിയും. ഏകദേശം 1 മാസം എന്തായാലും വർക്ക് പിടിക്കും നമ്മൾ ചെയ്തു വരുമ്പോൾ. ഇത് നമ്മൾ ജനലിനുള്ള ഡോറിനുള്ള ഫ്രെയിമാണിത്. അതിൽ കുറെ കളറുകളൊക്കെ ഉണ്ട്, കുറെ ടൈപ്പ് ഇതുണ്ട്. ഒരു വേറെ മോഡലാണ് ഇത് വാൽനട്ട് എന്നാണ് ഈ പ്രിന്റിങ്ങിന് പറയാ. ഇത് അലൂക്കിച്ചൻ എന്നാണ് ഈ മെറ്റീരിയലിന്റെ പേര്. അതിന് ഗ്ലാസ് കഴിഞ്ഞിട്ട് നമ്മള് ഫിറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. ഇതില് മലബാർ, ഇത് വാൽനട്ട്, അങ്ങനെ 2-3 ടൈപ്പാണ് ഇതിലുള്ളത്. പൗഡർ കോട്ടിങ്ങില് ഒരുപാട് കളറുകളും എല്ലാ കളറുകളും കിട്ടും ഏകദേശം. ഇത് ഞാൻ അടിക്കുന്നതാണ് ഈ കളറിന്റെ പേര്. ഇത് ഒരു BT കളറാണ് സംഭവം. ഇതാണ് ഇപ്പൊ അധികം ആൾക്കാർ ഉപയോഗിക്കുക. പെട്ടെന്ന് അട്രാക്ഷൻ കിട്ടാൻ കളർ ഇതാണ്. ഇത് നമ്മൾ സീലിംഗിൽ ഉപയോഗിക്കുന്ന ഷീറ്റാണ്. ഇത് TKT ഷീറ്റ് എന്നതിന് പറയാം. ഇതിൽ കളറുകൾ കുറെ വരുന്നുണ്ട്. വൈറ്റ് വരുന്നുണ്ട്, തേക്കിന്റെ കളർ വരുന്നുണ്ട്, BT കളർ വരുന്നുണ്ട്.
അങ്ങനെ കുറെ കളറുകൾ ഇത് വരുന്നുണ്ട്. പിന്നെ ഡിസൈൻ ആയിട്ടുള്ള കളറുകളും ഒക്കെ മോഡലുകളൊക്കെ വരുന്നുണ്ട് ഇതില്. ഇത് സീലിംഗ് ചെയ്യുമ്പോ കുറച്ച് ചൂട് കുറയും. നമ്മൾ റൂമിലൊക്കെ ചെയ്താൽ എ സി ഒക്കെ ഫിറ്റ് ചെയ്യുമ്പോ അത് നല്ലതാണ്. എയറൊക്കെ അടച്ച് ഇത് ചെയ്യുമ്പോ എ സിയുടെ തണുപ്പ് അങ്ങനെ പുറത്തേക്ക് പോകാണ്ടതൊക്കെ നിൽക്കും. ചൂട് പരമാവധി കുറയും അതിന്റെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ റൂമുകൾക്കൊക്കെ ഒരു ഫിനിഷിങ്ങും കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും. റൂമൊക്കെ ഇന്ത്യയിലൊക്കെ ചെയ്ത് വരുമ്പോ ഇത് നമ്മൾ വാൾ പാനലിങ്ങിന് ഉപയോഗിക്കുന്ന സാധനമാണ്. ചുമരുകൾക്ക് പാനലിങ് ചെയ്യാനും ഇതിനൊക്കെ ഉപയോഗിക്കുക. TV യൂണിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യാനുള്ളതാണ്. ഇതിൽ കുറെ കളറുകളും വളരെ മോഡലുകളൊക്കെ വരുന്നുണ്ട് ഇതിൽ. പിന്നെ നമ്മൾ ചെയ്യുന്ന മോസ്കിറ്റോ നെറ്റിന്റെ വർക്കുകളാണ് ചെയ്യുന്നത്. ജനലിനൊക്കെ ഓപ്പൺ ടൈപ്പും ഫിക്സഡ് ആയിട്ടുള്ളതൊക്കെ, അതിന്റെ ഗ്രില്ലുകൾക്ക് ഒക്കെ നെറ്റ് അടിക്കുന്നത് ഒക്കെ സ്റ്റീലിന്റെ അലുമിനിയത്തിന്റെ ഫ്രെയിമിലും സ്റ്റീലിന്റെ നെറ്റിലാണ് നമ്മൾ ചെയ്യണതൊക്കെ. അപ്പൊ അധികം വീട്ടിലൊക്കെ ചെയ്യിക്കാറുണ്ട്. അത് അധികം ഈ ചൂടൊക്കെ ജനലൊക്കെ തോന്നിട്ട് കാരണം ആൾക്കാർ അധികം ചെയ്യിക്കാറുണ്ട്. അത് നല്ല മൂവിങ് ആണ്. ഇപ്പൊ അതാ നെറ്റിനുള്ള പണി. അഡ്രസ് പറഞ്ഞാൽ ഇപ്പൊ ഷൊർണൂരിന് ഒരു ആറങ്ങോട്ട് കൂട്ടുപാതക്ക് പോണ റോട്ടില് ആണ്. ആറങ്ങോട്ട് ഒരു 3 കിലോമീറ്റർ ഇപ്പുറത്ത് തിരുമറ്റക്കോട് എന്ന സ്ഥലത്താണ് ഷോപ്പ് ഉള്ളത്. അവിടെ LP സ്കൂളിന്റെ തൊട്ടടുത്താണ് ഷോപ്പ്. ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അതിന്റെ തൊട്ടടുത്തുള്ള ഇതാണ്. അതിൽ ഗ്രാൻഡ് അലുമിനിയം ഫാബ്രിക്കേഷൻ എന്ന ഷോപ്പാണ്.